മാവൂർ പരിസര പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായ മാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നാടിന് സമർപ്പിച്ചു. 9 ഗ്രാമപഞ്ചായത്തുകളുടെ അപകട ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ തുണയാകും. കരിമരുന്ന് പ്രയോഗവും ചെണ്ടമേളവും അഗ്നിരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയുമായി നടത്തിയ ഘോഷയാത്രയിൽ അണിനിരുന്ന ജനപ്രതിനിധികളുടെയും ബഹുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ മാവൂരിൽ പുതുതായി അനുവദിച്ച ഫയർ സ്റ്റേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. PTA റഹീം MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് പുതുതായി ആരംഭിക്കുന്നതിന് സർക്കാർ 2019 മെയ് മാസത്തിൽ പരസ്യപ്പെടുത്തിയ 31 ഫയർ സ്റ്റേഷനുകളിൽ 13ാം നമ്പറായി ഉൾപ്പെട്ടതോടെയാണ് മാവൂർ ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നത്. 2021 ഫെബ്രുവരി 18 സർക്കാർ ഇറക്കിയ ഉത്തരവിൽ മാവൂരിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് അനുമതി നൽകി. തുടർന്ന് താൽക്കാലിക കെട്ടിടം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് 2026 ഫെബ്രുവരി 18 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് മാവൂരിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ലഭിച്ചത്. രാഷ്ട്രീയത്തിനതീതമായി മാവൂരിലെ അപാലവൃദ്ധം ജനങ്ങളുടെയും സഹകരണത്തോടെ തുടങ്ങിയ മാവൂർ ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യം യാഥാർത്ഥ്യമായ സന്തോഷത്തിൽ മധുര വിതരണവും ആരവങ്ങളുമായാണ് നാട്ടുകാർ പരിപാടിക്കെത്തിയത്. ദുഃഖകരമായ ഒരു തീപിടുത്തത്തിന് ശേഷമാണ് മാവൂരിൽ ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നത്. 2021 വീണ്ടും ഗവൺമെന്റ് നേരത്തെയുള്ള പട്ടികയിൽപ്പെട്ട കുറേ ഫയർ സ്റ്റേഷനുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അപ്പോൾ അതിൽ തത്വത്തിൽ ഈ മാവൂർ ഫയർ സ്റ്റേഷൻ അംഗീകാരം നൽകിക്കൊണ്ട് 21 ഉത്തരവിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ഫയർ സ്റ്റേഷൻ. പക്ഷേ ഇപ്പോൾ നമുക്ക് 26 ആകുമ്പോഴാണ് നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ച് 33 ദിവസം കൊണ്ട് ഗവൺമെന്റ് ആ കാര്യം പരിഗണിച്ച് ക്യാബിനറ്റിൽ 18 ജീവനക്കാരെയും യന്ത്രസാമഗ്രിയും ഉൾപ്പെടെ നമുക്ക് അനുവദിച്ചു തന്നു. നമ്മളിപ്പോൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒരു മുഹൂർത്തത്തിലാണുള്ളത്. മാവൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെയും വ്യാപാരികളെയൊക്കെ ചിരകാല സ്വപ്നമായിരുന്ന ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഇന്നിവിടെ നമുക്ക് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിന് താൽക്കാലികമായിട്ടുള്ള കെട്ടിടത്തിലാണ് ഉള്ളത്. ഇത് യാഥാർത്ഥ്യമായിട്ട് നല്ലൊരു കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ശ്രമം പഞ്ചായത്തും മറ്റു ഭരണസമിതിയൊക്കെ മുന്നോട്ട് പോകും. ഈ അവസരത്തിൽ സഹകരിച്ച വ്യാപാരികൾ, ജനങ്ങൾ, ഉദ്യോഗസ്ഥർ, ഫയർ ഉദ്യോഗസ്ഥർ, MLA ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മാവൂരിന് പുറമെ ചാത്തമംഗലം, കുന്നമംഗലം, പെരുമണ്ണ, പെരുവയൽ, കൊടിയത്തൂർ, മലപ്പുറം ജില്ലയിലെ വാഴയൂർ, വാഴക്കാട്, ചീക്കോട് തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലും പരിസര പ്രദേശങ്ങളിലും സ്റ്റേഷന്റെ സേവനം ലഭ്യമാകും. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. മുനീറത്ത്, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK നദീറ, ബ്ലോക്ക് മെമ്പർ വളപ്പിൽ റസാഖ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP കൃഷ്ണൻ, സുരേഷ് പുതുക്കുടി, ചൂലൂർ നാരായണൻ, NP ഹംസ മാസ്റ്റർ, KM അപ്പുകുഞ്ഞൻ, KC വത്സരാജ്, M. സബീഷ്, KK സദാനന്ദൻ, അബ്ദുള്ള മാതാവലത്ത്, PT മുഹമ്മദ്, രാജശേഖരൻ, മെഹബൂബ് കുറ്റിക്കാട്ടൂർ, ബാലകൃഷ്ണൻ കൊയിലേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 10 മാവൂർ. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.